നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഒരു ഹെഡ് ടേബിളിൽ ഇരുന്നുകൊണ്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? മുമ്പത്താണെങ്കിലും ഇപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹെഡ് ടേബിൾ ഞാൻ ഒരു 2 വർഷം മുന്നായിരുന്നു ഹെഡ് ടേബിൾ ഉണ്ടായിരുന്നത്. അന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ എൻറ്റയർലി ഒരാള് ചേഞ്ച് ആവും, ട്രാൻസ്ഫോർമേഷൻ വരും. കാരണം നമ്മള് ഒരു ഗോൾ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, അത് കിട്ടുന്ന ഒരു ഡോപ്പമിൻ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് BNI മാത്രമല്ല നമ്മൾ ബിസിനസ്സിൽ നമ്മുടെ കരിയറിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് ബിസിനസ് BNIയിലുള്ള ഓരോ മെമ്പേഴ്സിനെയും പ്രൊഫഷണലിസമാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങളെ പ്രൊഫഷണലിസം കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ടീമിനെ നിങ്ങൾ നയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ വേർഷനിലൂടെ BNI നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിന്റെ സുപ്രധാനമായ ഒരു മേഖലയാണ് ഫിനാൻസ് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. എപ്പോഴും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഫിനാൻസ് കൈകാര്യം. അത് BNIനെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം CFO ആണെങ്കിൽ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണെങ്കിൽ, BNIനെ സംബന്ധിച്ചിടത്തോളം അത് സെക്രട്ടറി ട്രഷറർ എന്ന് പറയുന്ന ആ ഒരു പദവിയിലുള്ള ആളാണ് ഇത് നിർവഹിക്കേണ്ടത്. ഇത് കഴിഞ്ഞ ടൈമിൽ വളരെ ഭംഗിയായി നിർവഹിച്ച ആളാണ് മുഫീദുലാൽ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ഒരു ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അത്ര ഈസി അല്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്ത് ഭംഗിയാക്കി അവസാനിപ്പിച്ചത്? ശരിക്കും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ മുന്നിൽ വന്നത്. കാരണം ഇപ്പോൾ അമീൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യാം, കാരണം ഇത്രയും ബിസിനസ് ഓണേഴ്സിന്റെ ഒരു പ്രോഗ്രാം കമ്മ്യൂണിറ്റിന്റെ ഫിനാൻസ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവൽ. കാരണം എനിക്ക് പേഴ്സണലി കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ ബിസിനസ്സിൽ ഞാൻ കുറെ ഡെവലപ്പ് ചെയ്ത ഈ ഒരു കാര്യം വെച്ചിട്ട്, കാരണം ഇതിന്റെ ഒരു ഫീ സ്ട്രക്ചർ ആണെങ്കിലും ഇതിന്റെ ഒരു സിസ്റ്റം ഇത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിൽ എന്താണോ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നത്, ആ ഓപ്പറേഷൻസ് എന്നാണ് നമ്മൾ ഇവിടെയും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനൊരു റീജിയൻ സെറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട്. അത് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അതങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. എന്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ പല സമയങ്ങളിലും നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് BNIന്ന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പുതിയ ഒരു ബിടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിടോക്കിന്റെ ഒരു വിശേഷപ്പെട്ട ഒരു എപ്പിസോഡാണ്. കാരണം നമ്മുടെ BNIയുടെ തലവേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, BNIയുടെ 2 ടേമുകളിൽ ഞാൻ ഇൻവോൾവ് ആയ BNIയിലെ 2 ടേമിലുള്ള ലീഡേഴ്സ് ആണ് നമ്മളെ കൂടെയുള്ളത്. BNIയുടെ വിശേഷങ്ങൾ നമുക്ക് സൊറയിലൂടെ കേൾക്കാം. അതിനു മുമ്പ് ഇവരുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ വിശേഷങ്ങളിലേക്കാണ് ആദ്യം കിടക്കുന്നത്. ഓൾറെഡി 2 പേര് നമ്മളുടെ ടോക്ക് ഷോയിൽ പങ്കെടുത്ത ആളുകളാണ്. അപ്പൊ അവരുടെ വിശേഷങ്ങൾ ഓൾറെഡി പങ്കുവച്ചാണ്. നമ്മളെ കൂടെ ജലീൽ മങ്കരത്തൊടിയുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാരണം അദ്ദേഹമായിരുന്നു നമ്മളെ കഴിഞ്ഞ ടേമിലെ എന്നെയൊക്കെ ഒരു BNIയിലേക്ക് കൊണ്ടുവന്ന ആ BNIയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിത്വം. ജലീൽ മങ്കരത്തൊടി എന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ആളുകളെ നിരന്തരമായിട്ട് യാത്രകളിലൂടെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ജലീൽ സർ, എന്താണ് നിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗ്രീൻ ഒയാസിസ് 15 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു സ്ഥാപനം. ഓക്കെ, 31 വർഷമായിട്ടുള്ള അല്ലെങ്കിൽ 3 പതിറ്റാണ്ടായിട്ടുള്ള എന്റെ ഇതില് എന്താ പറയാ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതെന്താ വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. നമ്മൾ സ്ഥലത്ത് പോയി കഴിഞ്ഞാല് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞാൽ ഹാപ്പിനെസ് കൊടുക്കാനാണ്. പലപ്പോഴും നമ്മൾ മലയാളികൾ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഒരു പോസിറ്റീവ് ഒരു ഹാപ്പിനെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നും നമ്മൾ ഓർക്കും. ഓക്കെ, മറ്റൊരു ബിസിനസ് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ മേഖലയ്ക്കുള്ളിട്ട് പ്രത്യേകം ചിലത് തുടക്കം മുതൽ ഒടുക്കം വരെ ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ചിലപ്പം അത് കഴിഞ്ഞിട്ട് എൻഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹാപ്പിനെസ് അല്ലേ? നിങ്ങളെ ഷൈൻ മാർക്കേഴ്സ് ആണ്, ഡേയിലൊക്കെയാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇപ്പൊ സോഫയാണെങ്കിലും ഒക്കെ അതിന്റെ എൻഡിലാണ് ഹാപ്പിനെസ് വരിക. നിങ്ങളത് തുടക്കം മുതൽ തന്നെ അതിന്റെ പ്രൊസീജിയർ തുടങ്ങുന്ന അപ്പം മുതൽ തന്നെ ഹാപ്പിനെസ് ആണ് അല്ലേ? പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ കാണാനൊന്നുമില്ല. അതെ, പക്ഷെ ആ അനുഭവം കൊടുക്കുന്നുള്ളതാണ്. അതെ അതെ, അനുഭവം കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ 30 വർഷത്തെ സ്വന്തം കരിയറിലെ 30 വർഷവും ഈ സ്ഥാപനത്തിന്റെ 15 വർഷവും നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓരോ പാക്കേജ് കഴിക്കുമ്പോൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. അതിലെന്തെങ്കിലും പോരാ, അതിനെന്തൊക്കെ പുതുതായിട്ട്